CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ കുന്നംകുളം MLA ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു. കുന്നംകുളം CPM ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ബുധനാഴ്ച നടത്തും. പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമേറ്റാണ് ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ഗോകുൽ ചരിഞ്ഞതെന്ന് ആരോപണം. ആനയെ ചട്ടത്തിലാക്കാൻ രണ്ടാം പാപ്പാൻ നടത്തിയ അതിക്രൂരമർദ്ദനത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് രണ്ടാം പാപ്പാൻ ഗോകുൽ, മൂന്നാം പാപ്പാൻ സത്യൻ എന്നിവരെ ഒരാഴ്ച മുമ്പ് ദേവസ്വം സസ്പെൻഡ് ചെയ്തിരുന്നു. കുന്നംകുളം നഗരസഭ മുൻ ഹെൽത്ത് സൂപ്പർവൈസർക്കെതിരെയുള്ള ഓഡിറ്റ് തടസ്സം ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷ കൌൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം. ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് നഗരസഭാധ്യക്ഷയും സ്ഥിരം സമിതി അധ്യക്ഷനും കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 16, 17, 18 തീയതികളിൽ കുന്നംകുളത്ത് നടക്കുമെന്ന് AC മൊയ്തീൻ MLA അറിയിച്ചു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള സീനിയർ ഗ്രൌണ്ടിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കൌമാര കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുക. ടോറസ് ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കിഴക്കേ പന്നിശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. വധശ്രമക്കേസിലെ പ്രതിക്ക് വിദേശത്തേക്കു കടക്കാൻ സഹായം ചെയ്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അണ്ടത്തോട് ബീച്ച് റോഡിൽ കൊപ്പര വീട്ടിൽ മുജീബ് റഹ്മാനെയാണ് വടക്കേകാട് SHO MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് KPCC സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ബുധനാഴ്ച ഗുരുവായൂരിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടങ്ങോട് സ്വാമിപ്പടി കൈതോറക്കുളം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കുളം സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. ഗുരുവായൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. കുന്നംകുളം ഉപജില്ലാ കായികമേള LP വിഭാഗം 1ാം സ്ഥാനം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ കരസ്ഥമാക്കി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളിപ്പെരുന്നാളിന്റെ കൊടിയേറ്റം ഒക്ടോബർ 19 ഞായറാഴ്ച നടക്കും. ഒക്ടോബർ 24, 25 തീയതികളിലാണ് പെരുന്നാളാഘോഷം. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പുതിയ ദേവാലയ നിർമ്മാണത്തിന്റെ ഭാഗമായി സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.